ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പോകുന്നുള്ളത് തിരുച്ചിയിലെ തന്നെ ഒരു ഫേമസ് ആയ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാഫിൾസ്, ഫ്രൈഡ് ചിക്കൻ, പൊറോട്ട, കൊത്തു പൊറോട്ട, ഓംലെറ്റ്, കലക്കി, ദോശ, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ എന്ന ഒത്തിരി വെറൈറ്റീസ് ആണ് നമുക്ക് ട്രൈ ചെയ്യാനായി കിട്ടുന്നത്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ വെറൈറ്റി ഡിഷസും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? അപ്പം റോക്ക് ഫോർട്ട് പോയതിന് ശേഷം ഇപ്പം നേരെ പോകുന്നുള്ളത് തിരുച്ചിയിലെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. പോകുന്ന വഴി യഥാർത്ഥമായിട്ടൊരു ട്രെയിൻ എന്ന് തോന്നിക്കുന്ന ഈ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. എത്ര അട്രാക്റ്റീവായ അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് അല്ലേ? അതിന് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നിന്ന് നേരെ പോകുന്നുള്ളത് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ നമ്മളിപ്പം ഫുഡ് സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങുള്ള ഓരോ ഷോപ്സിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെന്ന കടയാണ് ഈ കാണുന്ന വാഫൽ സ്ട്രീറ്റ്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഒത്തിരി സ്നാക്സ് ആണുള്ളത്. മെയിൻ ഡിഷ് ഒന്നുമില്ല. അതായത് ഫ്രൈഡ് ചിക്കൻ, വാഫൽസ്, ബർഗർ, മൊജിറ്റോസ്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം പ്രൈസസ് നോക്കുവാണെങ്കിൽ നല്ല ഒരു റീസണബിൾ പ്രൈസ് ആയിരുന്നു. നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഒത്തിരി കുറവ് തന്നെ ആയിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഉണ്ടല്ലോ, ഏകദേശം എല്ലാ ഐറ്റംസും ഒരു 130, 70, 80, 100 അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു. അതായത് ചിക്കൻ ലോലിപോപ്പ് ഒക്കെ ജസ്റ്റ് 130 റുപ്പീസേ ഉള്ളൂ 4 പീസസിന്. അതുമാത്രമല്ല ചിക്കൻ വിങ്സ് 100 റുപ്പിയും പിന്നെ ചിക്കൻ പോപ്കോൺസ് 8 പീസസിന് ജസ്റ്റ് 70 റുപ്പി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപോപ്പ് ആണ് 4 പീസസ്. ഈ വശത്ത് നോക്കുവാണെങ്കിൽ വാഫിൾസ് ഒക്കെ അവർ റെഡി ചെയ്യുമായിരുന്നു. നല്ല ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാഫിൾസ് ആണ്. ചോക്ലേറ്റ്, വെനില എന്ന്. അപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ അവർ നട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഇവരോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പം എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ജോലി ചെയ്യുന്നവരെല്ലാവരും രാവിലെ, അതായത് മെയിൻ ആയിട്ടൊരു നല്ല നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. അതിനുശേഷം വൈകിട്ട് പാർട്ട് ടൈം ആയിട്ടാണ് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഈ ഒരു ഷോപ്പും കൂടി നടത്തുന്നുള്ളത്. രാവിലെ ഓഫീസിൽ ചെന്ന ഉടനെ എപ്പോൾ വൈകിട്ടാവും, എപ്പോൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കാത്തിരിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും അല്ലേ? പക്ഷേ ഇതുപോലെ രാവിലെയും വൈകിട്ടുമായിട്ടും ജോലി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാടുകളിൽ ഇപ്പോഴും. അപ്പം ഇവരുടെ ഈ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തേലും ഹോട്ടൽസ് 5 സ്റ്റാറിലൊക്കെ നമ്മൾ കഴിച്ചാൽ പോലും ചില സമയത്ത് നമുക്ക് തോന്നും ഇതുപോലെയുള്ള ഒരു ടേസ്റ്റ് എവിടെയും കിട്ടില്ല എന്ന് അല്ലേ? നമ്മൾ വല്ലപ്പോഴും ഔട്ടിങ് പോകുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു നേരം ഇതുപോലെയുള്ള ഷോപ്സിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്കും നല്ല ഒരു ടേസ്റ്റിയായ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുമാത്രമല്ല അവർക്കും അതൊരു വലിയ സഹായമായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിരുന്ന ലോലിപോപ്പ് കഴിച്ചായിരുന്നു. നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ഒരു ക്രിസ്പിനെസ്സും പിന്നെ വലിയ വലിയ പീസസ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് ഈ കാണുന്ന HMC ഫുഡ്സ് എന്ന ഷോപ്പിലേക്കാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നല്ല ഒരു அந்த பேரு. எத்தனை மணிக்கு திறப்பீங்க? 4 o'clock. க்ளோசிங் டைம் 10:30. இங்கே எப்படி சேலெல்லாம் நிறையா வரும்? அதான் நிறைய இருக்காங்க. அமௌண்ட்டு கம்மி தானே? ஆமாம், எல்லாமே 100 ரூபாய் தான். 100 ரூபாய் தானே? 100 ரூபாய் தான் எல்லாரும் வாங்கக்கூடிய விலையில. ഈ കാണുന്ന കടയിൽ മെയിൻ ആയിട്ട് ഫ്രൈഡ് ചിക്കൻസ് ആണ്. ഈ കടയിലെ ചിക്കൻസിനെക്കാളും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഈ കടയുടെ പേരാണ്. അതെ, HMC എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന്. ഇവരുടെ ആ ഒരു നല്ല തോട്ട് പ്രോസസ്സിന് നമ്മളെല്ലാവരും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഗോലി സോഡ ഇത് എവ്വളോ? MRP 30, ബട്ട് നമ്മളുடைய മാനുഫാക്ചറിംഗ് only 20. ഓൾമോസ്റ്റ് ഇവിടെ കണ്ട എല്ലാ ഷോപ്സിലും വളരെ കുറവായിരുന്നു പ്രൈസസ് ഒക്കെ. അതുമാത്രമല്ല നല്ല ഒരു ടേസ്റ്റും ക്വാണ്ടിറ്റിയും നല്ല ഹൈ ആയിരുന്നു. ഈ കാണുന്ന വലിയൊരു ബക്കറ്റ് ജസ്റ്റ് 399 ആണ് അവർ പറഞ്ഞത്. അതുമാത്രമല്ല മറ്റു ഫ്രൈസ് ഒക്കെ ജസ്റ്റ് 100 റുപ്പീസ് ആണ്. അപ്പം KFC ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ HMCയും ഒട്ടും മോശമായിരുന്നില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പം ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനും കൂടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ഒരു കടയിലോട്ടാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. എന്നാൽ പോലും നല്ല ഒരു ആൾക്കൂട്ടമായിരുന്നു, കണ്ടില്ലേ?
അപ്പം ഇവിടെ നമുക്ക് എല്ലാ വെറൈറ്റി മെയിൻ ഡിഷസ് ആണ് ഈ ഒരു ഷോപ്പിലെ. കരടി മാമ എന്ന വ്യത്യസ്തമായ ഒരു പേരിലൂടെയാണ് ഈ ഒരു കട അറിയപ്പെടുന്നത്. കണ്ടില്ലേ, നല്ല ചൂടോടെയുള്ള ദോശ, പൊറോട്ട, കൊത്തു പൊറോട്ട, ചപ്പാത്തി, മുട്ട ദോശ എന്നതൊക്കെയായിരുന്നു മെയിൻ ഡിഷസ്. അതുമാത്രമല്ല സൈഡ്സ് ആയ മീൻ പൊരിച്ചതും നല്ല മുളകൊക്കെ ഇട്ട് ഓംലെറ്റ്, കലക്കി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ കബാബ്, പിന്നെ ലിവർ ഫ്രൈ എന്ന ലിസ്റ്റ് ഒത്തിരി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഞാനിവിടെ ഓർഡർ ചെയ്തത് ഒരു മുട്ട ദോശയാണ്. കാരണം ആൾറെഡി ഒത്തിരി കഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ലൈറ്റായ ഒരു ഫുഡ് മതിയെന്ന് തോന്നി. കണ്ടില്ലേ, ദോശയിലൊരു ക്യൂട്ടായ സ്മൈലിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടും ഉണ്ട്, ഇത് ഞങ്ങൾക്കായിട്ടാണ്. അപ്പം മീൻ പൊരിച്ചതും പിന്നെ ഈ ഒരു മുട്ട ദോശയും വിത്ത് ക്യൂട്ടായ ഒരു സ്മൈലി. അപ്പം അതിങ്ങനെ പെട്ടെന്ന് മേടിച്ച് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. വെറുതെ പറയല്ല, മീൻ ഫ്രൈ നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആ ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. നാട്ടിൽ വന്നാലല്ലാതെ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ആ ഒരു ഫ്രഷായ ഒരു മീൻ ഫ്രൈ കഴിക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഇന്നായിരുന്നു ഒരു നല്ല മീൻ ഫ്രൈ കഴിച്ചത്. അതിനുശേഷം ഇവർ ഓർഡർ ചെയ്തത് ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ ഹരി ഒരു കലക്കിയും കൂടി ഓർഡർ ചെയ്തായിരുന്നു. ആ ഗ്രേവി കണ്ടില്ലേ, പീസസ് ഒക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതുമാത്രമല്ല ഒത്തിരി മുളകൊക്കെ ഇട്ട് നല്ല ഒരു ടേസ്റ്റി ആൻഡ് സ്പൈസി ഗ്രേവി ആയിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു പൊറോട്ടയും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ഹരിയുടെ ഫേവറേറ്റ് ആയ കലക്കി വന്നിട്ടുണ്ട്. ഒരു മൈൻഡും ഇല്ലാതെ ആശ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുകയാണ്. കണ്ടില്ലേ, ഈ കണ്ട ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. വളരെ ഒരു നല്ല ഫാമിലിയാണ്. ആ ചേട്ടൻ മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മയും അത്ര നല്ല ഒരു സ്നേഹം നിറഞ്ഞ മനസ്സുള്ളവരാണ്. ഈ തിരിച്ചിൽ വന്നത് കൊണ്ട് ഒത്തിരി നല്ല ഒരു മൊമെന്റ്സ് ആണ് ഞങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ നല്ലൊരു ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ചെന്നത് ഏറ്റവും ഫേമസ് ആയ ബോംബെ ബദാം മിൽക്ക് സ്റ്റാളിലേക്കാണ്. അതെ, ഈ സ്റ്റാൾ വളരെ ഫേമസ് ആണ്. നമ്മൾ ഒത്തിരി പേര് ഈ യൂട്യൂബ് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കണ്ടു കാണും. ഇവിടുത്തെ ബദാം മിൽക്ക് അത്രയേറെ ഫേമസ് ആണ്. ഇപ്പം സമയം ഏകദേശം ഒരു 10:30 കഴിഞ്ഞു കാണും. എന്നാൽ പോലും ഒത്തിരി ആളുകളായിരുന്നു ഈ സമയത്തും. ഇവിടെ മെയിൻ ആയിട്ടും ഹോട്ട് ആൻഡ് കോൾഡ് ആയ ബദാം മിൽക്കാണ്. അതുമാത്രമല്ല റോസ് മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക്, പിസ്ത മിൽക്ക് ഒത്തിരി വേറെ വെറൈറ്റീസ് ഓഫ് മിൽക്സും കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം പ്രൈസസ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 40-30 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. പാർസൽ വേണമെങ്കിൽ ഇവർ തരുന്നതായിരിക്കും. ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തത് കോൾഡ് ബദാം മിൽക്ക് ആയിരുന്നു. ഞാൻ കുടിച്ചതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ബദാം മിൽക്ക് ആയിരുന്നു അത്. തിരുച്ചി സിറ്റിയുടെ സെൻട്രൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ട് വരും ഈ ഒരു സ്റ്റോള്. അപ്പം നിങ്ങൾ തിരുച്ചിയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണ്. അങ്ങനെ ഫൈനൽ ടച്ച് എന്ന രീതിയിൽ ഇവിടുത്തെ കൂളായ ബദാം മിൽക്ക് കുടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയ സ്ട്രീറ്റ് ഫുഡ് ഏതാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.